ഈ കാണുന്ന ഒരു സൂപ്പർ സ്പോർട്സ് ബൈക്ക് അല്ലെങ്കിൽ എൻ്റെ R15 ആണെങ്കിൽ പോലും ഒരു സ്പോർട്സ് ബൈക്ക് എല്ലാവരും ഒരു നോർമൽ ബൈക്കാണെന്നുള്ള രീതിയിൽ കയറി നമ്മൾ ഓടിച്ചിട്ട് ബാക്ക് ബ്രേക്ക് മാത്രം റിലേ ചെയ്താൽ നമുക്ക് വണ്ടി നിർത്താൻ പറ്റൂല. സ്പോർട്സ് ബൈക്കിൻ്റെ എവറിത്തിങ് ഈസ് ഫ്രണ്ട്. ഓക്കെ, അതായത് ഇതിൻ്റെ ഒരു ബ്രേക്കിംഗ് സെറ്റപ്പ് തന്നെ 70-30 ബ്രേക്കിംഗ് എന്നാണ് പറയുക. എനിക്ക് ഫ്രണ്ട് ബ്രേക്ക് വെച്ച് മാത്രം ആ ബൈക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് അതിൻ്റെ സ്റ്റോക്ക് ബ്രേക്ക് പാഡ്സിൽ എനിക്ക് അത്രത്തോളം കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ബ്രേക്ക് പാഡ്സിലോട്ട് പോയപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു സെൻറ്റർ ബെയറിംഗ് സെറ്റപ്പിന് അതുപോലെ ഫ്രണ്ട് സെക്ഷനിൽ ബ്രേക്സിനോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരിക്കലും ഓടിക്കരുത്. കാര്യം ബൈക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സെക്ഷനാണ്. ആ ഫ്രണ്ട് സെക്ഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ അത് ക്ലിയർ ചെയ്ത് കറക്റ്റ് ക്ലിയർ ആക്കി തന്നെ ബൈക്ക് കൊണ്ടുനടക്കുക. കാര്യം നമ്മുടെ ജീവനാണ്. ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കുക. ബൈക്ക് ഓടിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാര്യം വേറെ ഒന്നുമില്ല, നമ്മുടെ ബൈക്ക് നമ്മൾ എങ്ങനെ ബ്രേക്ക് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഏതൊരു ബൈക്ക് തന്നെ ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു ക്രൂയിസറോ സ്പോർട്സ് ടൂറോ അഡ്വഞ്ചർ ടൂറോ ഏത് ബൈക്ക് തന്നെ ആയാലും നമ്മളതിൽ ബ്രേക്ക് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അതായത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ സ്പെസിഫിക് ആയിട്ട് വരുന്നത് സ്പോർട്സ് മോട്ടോർ സൈക്കിൾസിനെ കുറിച്ചാണ്. ഈ കാണുന്ന പോലെ ഒരു ഡിസൈനുള്ള ഒരു മോട്ടോർ സൈക്കിൾ, ഇതിനെയാണ് നമ്മളൊരു സൂപ്പർ സ്പോർട്ട് മെഷീൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബൈക്സിൻ്റെ സ്ട്രക്ചർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് ആ ഒരു ബൈക്കിൻ്റെ ഓൾമോസ്റ്റ് ഒരു 70% ഓഫ് വെയിറ്റ് ഫ്രണ്ട് സെക്ഷനിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ടയറിലോട്ട് ഒരു 30% മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ. നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റോയൽ എൻഫീൽഡോ അല്ലെങ്കിൽ ഒരു ഹോണ്ട ഹൈനസോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു മോട്ടോർ സൈക്കിൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കിലത്തെ ബ്രേക്ക് യൂസ് ചെയ്താലും ബൈക്കിലൊരു എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഈ ഒരു സൂപ്പർ സ്പോർട്ട് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ബൈക്സിലോട്ട് വരുമ്പോഴത്തേക്കും റയർ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് വെച്ച് മാത്രം വണ്ടി നിർത്താൻ പറ്റത്തേയില്ല. ഓക്കെ, ഇത് പ്രശ്നം വരുന്ന എപ്പോഴാണെന്ന് പറഞ്ഞാൽ നോർമൽ ബൈക്ക് ഓടിച്ച് നടക്കുന്ന ആളാണെന്ന് വിചാരിക്കാം. നമുക്ക് പെട്ടെന്ന് ഒരു ഫ്രണ്ടിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കസിൻ്റെയോ ഒരു സ്പോർട്സ് ബൈക്ക് ഓടിക്കാൻ വേണ്ടി ഒരു ചാൻസ് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും ഈ ബൈക്ക് ഓടിക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്. നമ്മൾ പെട്ടെന്ന് ബൈക്ക് ഓടിക്കാൻ വേണ്ടി കയറും. അപ്പോൾ ബൈക്ക് നമുക്ക് ത്രോട്ടിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആര് ടെസ്റ്റ് ചെയ്താലും ബൈക്ക് സ്ട്രൈറ്റ് ആയിട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, ബൈക്ക് പോകും. പക്ഷേ കാര്യം എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എത്ര പെട്ടെന്ന് നമുക്ക് ആ ബൈക്ക് നിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു നിർത്താനുള്ള ടെക്നിക്കിനെ പറ്റി നമുക്കൊരു ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് ക്രാഷ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സ്പോർട്സ് ബൈക്ക് എല്ലാവരും ഒരു നോർമൽ ബൈക്കാണെന്നുള്ള രീതിയിൽ കയറി നമ്മൾ ഓടിച്ചിട്ട് ബാക്ക് ബ്രേക്ക് മാത്രം റിലേ ചെയ്താൽ നമുക്ക് വണ്ടി നിർത്താൻ പറ്റൂല. സ്പോർട്സ് ബൈക്കിൻ്റെ എവറിത്തിങ് ഈസ് ഫ്രണ്ട്. ഓക്കെ, അതായത് ഇതിൻ്റെ ഒരു ബ്രേക്കിംഗ് സെറ്റപ്പ് തന്നെ 70-30 ബ്രേക്കിംഗ് എന്നാണ് പറയുക. കാര്യം എന്ന് പറഞ്ഞാൽ 70% ഓഫ് ഫ്രണ്ട് ബ്രേക്കും 30% ഓഫ് റെയർ ബ്രേക്കും. ഈ ഒരു കോമ്പിനേഷനിലാണ് നമുക്ക് ബൈക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് നിർത്താൻ പറ്റുന്നത്. അതായത് നമ്മൾ 70% ഫ്രണ്ട് ബ്രേക്ക് തന്നെ യൂസ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു 80 or 90% ഫ്രണ്ട് ബ്രേക്ക് യൂസ് ചെയ്തും യാതൊരു ഇഷ്യൂ ഇല്ല. ഫ്രണ്ട് ബ്രേക്ക്സ് അത്രത്തോളം നല്ലതാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് മാത്രം മതി. ഈ കാണുന്ന ഒരു സൂപ്പർ സ്പോർട്സ് ബൈക്ക് അല്ലെങ്കിൽ എൻ്റെ R15 ആണെങ്കിൽ പോലും യൂഷ്വലി എൻ്റെ ഫ്രണ്ട് ബ്രേക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. റയർ ബ്രേക്ക് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് ഫ്രണ്ട് ബ്രേക്ക് വെച്ച് മാത്രം ആ ബൈക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് അതിൻ്റെ സ്റ്റോക്ക് ബ്രേക്ക് പാഡ്സിൽ എനിക്ക് അത്രത്തോളം കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ബ്രേക്ക് പാഡ്സിലോട്ട് പോയപ്പോഴത്തേക്ക് ബ്രേക്കിംഗ് എനിക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയി. ഇങ്ങനെ ഒരു കാര്യമുണ്ട്, നിങ്ങളിത് മനസ്സിലാക്കി വയ്ക്കുക. അതായത് സ്പോർട്സ് ബൈക്ക് എപ്പോൾ നമ്മൾ, അതുകൊണ്ടാണ് ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളത്, സ്പോർട്സ് ബൈക്കാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സെക്ഷനിൽ, സ്പോർട്സ് ബൈക്ക് എന്നല്ല ഏതൊരു ബൈക്കാണെങ്കിലും ഫ്രണ്ട് സെക്ഷനിൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കരുത്. പ്രത്യേകിച്ച് ഫോക്സിന്, അത് നമ്മുടെ ആ ഒരു സെൻറ്റർ ബെയറിംഗ് സെറ്റപ്പിന് അതുപോലെ ഫ്രണ്ട് സെക്ഷനിൽ ബ്രേക്സിനോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരിക്കലും ഓടിക്കരുത്. കാര്യം ബൈക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സെക്ഷനാണ്. ആ ഫ്രണ്ട് സെക്ഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ അത് ക്ലിയർ ചെയ്ത് കറക്റ്റ് ക്ലിയർ ആക്കി തന്നെ ബൈക്ക് കൊണ്ടുനടക്കുക. ബൈക്സ് ഫ്രണ്ട് സെക്ഷൻ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ക്രാഷ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ബൈക്സിൻ്റെ എല്ലാ കൺട്രോളും ഇപ്പോൾ ഒരു സ്പോർട്സ് ബൈക്ക് ആണെങ്കിൽ എസ്പെഷ്യലി ഫുൾ കൺട്രോൾ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ഈ ഒരു 70-30 ബ്രേക്കിംഗ് സെറ്റപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് കൂടുതലും ഫ്രണ്ട് ബ്രേക്ക് യൂസ് ചെയ്ത് മാത്രം ബൈക്ക് നിർത്താൻ ശ്രമിക്കുക. നമ്മളപ്പോൾ ഇതുപോലത്തുള്ള ഒരു ബൈക്കിൽ എങ്ങനെ ബ്രേക്ക് പിടിക്കണം? ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, ബാക്ക് ബ്രേക്ക് മാത്രമല്ലേ നമുക്ക് വണ്ടി നിർത്താൻ പറ്റില്ല. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ബാക്ക് ബ്രേക്ക് മാത്രമല്ലേ നമുക്ക് വണ്ടി നിർത്താൻ പറ്റില്ല. ഫ്രണ്ട് ബ്രേക്കാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് എങ്ങനെ പിടിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നിങ്ങൾ ഈ കാണുന്ന പോലെ സഡനായിട്ട് കയറി ലോക്ക് ചെയ്ത് ബേബീസ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ റോഡിൻ്റെ പലതരം സർഫേസാണ് വരുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ബൈക്ക് തെന്നിപ്പോകാനോ എടുത്തെറിയാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ സഡനായിട്ട് കയറി ഫ്രണ്ട് ബ്രേക്കിൽ ഷാർപ്പായിട്ട് പിടിക്കരുത്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ബ്രേക്ക് എപ്പോഴും നമ്മൾ സ്ക്യൂസ് ചെയ്ത് പയ്യെ പിടിക്കുക. നമുക്ക് കറക്റ്റ് ആ ഒരു ഫ്രിക്ഷൻ പോയിന്റ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സഡൻ ആയിട്ട് പിടിക്കുകയാണെന്ന് വിചാരിക്കുക, അപ്പോൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, സസ്പെൻഷൻ
ലോഡായിരിക്കില്ല. ബൈക്കിനെ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുന്നതുകൊണ്ട് സസ്പെൻഷൻ കുറച്ച് ലിഫ്റ്റായിട്ട് തന്നെ നിൽക്കും. ഓക്കെ, അപ്പോൾ വീലിൻ്റെ കോണ്ടാക്ട് പാച്ച് കുറവായിരിക്കും. അതായത് നിങ്ങൾ ഈ കാണുന്ന ഒരു ഇത്ര ഏരിയ മാത്രമേ വീലിന് കോണ്ടാക്ട് ഉണ്ടാകത്തുള്ളൂ. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഏരിയയിൽ മാത്രമാണ് സഡൻ ഫ്രിക്ഷൻ വരുന്നത്. ആ ഒരു ടൈമിലാണ് കുറച്ച് മണ്ണോ എന്തെങ്കിലും കിടക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടി അപ്പം തന്നെ തെന്നിപ്പോവും. പിന്നെ നമുക്ക് ബ്രേക്കിങ്ങും കുറവായിരിക്കും. തെന്നി ചെന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഫ്രണ്ടിൽ പോകുന്ന വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നു, ബ്രേക്കിൽ വരുന്ന ആൾ തെന്നി ചെന്നിടിക്കുന്നു. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള ടൈമിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് വീലിന്ന് കോണ്ടാക്ട് പാച്ച് നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബ്രേക്കിംഗ് എഫക്റ്റീവായിട്ട് കിട്ടും. അപ്പോൾ അതിനാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഈ കാണുന്ന പോലെ ബ്രേക്ക് ഒന്ന് സ്ക്യൂസ് ചെയ്ത് പിടിക്കുക. ഈ സ്ക്യൂസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് ഫ്രണ്ട് ഫോക്സ് ഇതുപോലെ പ്രസ് ആകുമ്പോഴത്തേക്കും ടയറിലേക്ക് വെയിറ്റ് ലോഡ് കൂടും. ആ സമയത്ത് കോണ്ടാക്ട് പാച്ച് ഇത്രയുള്ള കോണ്ടാക്ട് പാച്ച് ഇത്രയായിട്ട് ഇൻക്രീസ് ആവും തറയിലേക്ക്. അപ്പോൾ നമ്മുടെ ബ്രേക്കിംഗ് കൂടുതൽ എഫക്റ്റീവായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ബൈക്കിനെ നിർത്താൻ സാധിക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ എല്ലാവരും ഫ്രണ്ട് ബ്രേക്ക് മാത്രം യൂസ് ചെയ്ത് വണ്ടി നിർത്താനുള്ള ടെക്നിക്ക് സാവധാനം പഠിച്ചെടുക്കുക. എപ്പോഴും നമുക്കത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ എൻജിൻ ബ്രേക്കിങ്ങും ത്രോട്ടിൽ ബ്ലിപ്പ് ചെയ്ത് എൻജിൻ ബ്രേക്കിംഗ് ചെയ്യാനും കൂടെ പഠിച്ചിരിക്കുക. അപ്പോൾ നമ്മളൊരു സ്പോർട്സ് ബൈക്ക് നിർത്താനുള്ള മെയിൻ 2 ഫാക്ടേഴ്സ്, ഒന്ന് ഫ്രണ്ട് ബ്രേക്സ്, അതുപോലെ തന്നെ എൻജിൻ ബ്രേക്കിംഗ്. ഇത് രണ്ടുമാണ് മെയിനായിട്ട് മോട്ടോർ സൈക്കിളിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ ഫാക്ടേഴ്സ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പഠിച്ചിരിക്കുക. നമുക്ക് എഫക്റ്റീവായിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. കൂടെ തന്നെ നമുക്ക് ഫ്രണ്ടും ബാക്കും യൂസ് ചെയ്ത് നിർത്താനും നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ബൈക്കിൽ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി വയ്ക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു പാനിക് സിറ്റുവേഷൻ വന്നാൽ നമുക്ക് എഫക്റ്റീവായിട്ട് നമ്മുടെ കൈ വർക്ക് ചെയ്തോളും. ബൈക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് നിർത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഈ ഒരു ടെക്നിക്കൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. സാഹചര്യം നമുക്ക് വേരി ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ബൈക്കാണ് ഓടിക്കുന്നതെങ്കിൽ നമുക്ക് ബോത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് യൂസ് ചെയ്യേണ്ടി വരും. ആ ബാക്കിലായിരിക്കും കുറച്ച് വെയിറ്റ് കുറച്ച് കൂടുതലുണ്ടാവുക. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ബേക്കും കൂടെ റിലേ ചെയ്യേണ്ടി വരും. അപ്പോഴത്തേക്കും നമുക്ക് ഇതിലും ആ ബൈക്സൊക്കെ നമുക്ക് ആ രീതിയിൽ നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് നിർത്താം. സ്പോർട്സ് ബൈക്കിൻ്റെ ബ്രേക്കിങ്ങിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് ഈസി ആയിട്ട് ബൈക്ക് നിർത്താൻ സാധിക്കും. അപ്പോൾ അടുത്ത പ്രാവശ്യം റൈഡിന് മുമ്പ് എന്തായാലും ഇതുപോലെ ഒന്ന് ബ്രേക്ക് ചെയ്ത് ഫ്രണ്ട് ബ്രേക്ക് യൂസ് ചെയ്ത് മാത്രം നിർത്താനുള്ള ഒരു ടെക്നിക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എല്ലാവരും സേഫായിട്ട് മാത്രം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതുക. നമുക്കപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.